നമ്മുടെ രവിചന്ദ്രൻ വോട്ട് ചോരിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതൊരു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതെങ്ങനെയായിരിക്കും അറിയാൻ. കാരണം ഒന്നാമത് മൂപ്പർക്കുള്ള താല്പര്യം നമുക്കറിയാം. ഒരു സംഘപരിവാർ അല്ലെങ്കിൽ ഈ BJP ഒക്കെ വെളുപ്പിക്കുക ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക ധർമ്മത്തിന് പിന്നെന്താ പ്രശ്നം പറ്റുമ്പോൾ ശ്രീകൃഷ്ണന്റെ അവതാരം വരും എന്നൊക്കെ പറഞ്ഞ മാതിരി BJPക്ക് എപ്പോൾ പ്രശ്നം പറ്റുമ്പോഴും വളരെ ഇന്റലക്ച്വലായി കർഷക സമരം മുതൽ എങ്ങനെ ഇതൊക്കെ പറ്റും നമ്മൾ ചിന്തിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ പോലും വളരെ മനോഹരമായി അത് ഡ്യൂട്ടി നിർവഹിച്ചു അവതാരമായി ഇറങ്ങി വന്നുകൊണ്ട് ന്യായീകരിക്കുന്ന ആളാണ്. അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെയായിരിക്കും ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് തന്നെ കണ്ടു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എല്ലാവരും മുന്നിൽ മറ്റേ പ്രസന്റേഷനൊക്കെ വെച്ച് അംഗീകരിക്കില്ല എന്നൊരാൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സാധനം, അത്രയും കൃത്യമായി തെളിവുകൾ വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഇവരൊക്കെ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുക? തെളിവ് അതേപോലെ അല്ലെങ്കിൽ അത് അംഗീകരിക്കുമോ അതല്ല എങ്ങനെയായിരിക്കും അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. നമുക്കും ഒരുമിച്ച് എന്ത് ചെയ്യാം നേരിട്ട് കണ്ടോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ എന്തായാലും വോട്ട് ചോരി ആണ് വിഷയം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചോരിയെ പറ്റി നടത്തിയ പത്രസമ്മേളനത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തൃപ്തികരമാണോ? വോട്ട് ചോരിയെ കുറിച്ചും വോട്ട് ചോരി അതൊരു ക്യാമ്പയിന്റെ പേരാണ്. നമ്മൾ വോട്ട് ചോരി എന്ന് പറയുമ്പോൾ നമ്മൾ വോട്ട് ചോരി ആയി എന്ന് സമ്മതിക്കുകയാണ്. എന്തൊരു ശ്രദ്ധ, ആ സൂക്ഷ്മത ആലോചിക്കില്ല. ഓരോ വേർഡ് പോലും പറയാൻ പറ്റും. അതായത് മൂപ്പര് പറഞ്ഞു പോവുകയാണ് വോട്ട് ചോരിയെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് തുടരെയാണ്. അതായത് വോട്ട് ചോരിയെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിങ്ങനെ അപ്പോഴാണ് മനസ്സിലാക്കുക അത് വോട്ട് ചോരി എന്ന് പറയാൻ പാടില്ലല്ലോ. കാരണം അത് നമ്മുടെ സംഘപരിവാറിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. വോട്ട് ചോരിയെ പറ്റി പറയുകയാണെങ്കിൽ വോട്ട് ചോരി എന്ന് പറയുന്നില്ല. കാരണം എന്താ, വോട്ട് ചോരി എന്നുള്ളത് പറഞ്ഞാൽ ആ വോട്ട് ചോരി ഉണ്ടെന്ന് സമ്മതിക്കലാണല്ലോ. അപ്പൊ അതുപോലും ഇല്ലാതെ അത്രയും ശ്രദ്ധയോടുകൂടി ആണ് മൂപ്പരെന്ത്. എങ്ങനെയാണ് നീ ഇത് ബാക്കി അപ്പൊ ബാക്കിയുള്ളതിന്റെ അവസ്ഥ ഏകദേശം മനസ്സിലായി എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും നോക്കാം. നമ്മൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റലായിട്ടൊന്നും പോകുന്നില്ല. അപ്പം വോട്ട് ചോരി എന്നുള്ള പദം പോലും ഉപയോഗിക്കാതെ വളരെ ശ്രദ്ധിച്ച മൂപ്പര് പറയുള്ളൂ കേട്ടോ. അതൊരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി. ബേസിക്കലി ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ന്യൂനതകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതുമായിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു 10-18 ഇലക്ഷന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി. എത്ര സമർത്ഥമായിട്ടാണ് മൂപ്പര് വഴുതുന്നത് എന്നുള്ളത്. ശരിക്കും മറ്റേ എന്താ പറയാ, നമ്മള് ആ മീനിനെ പിടിച്ചാൽ മീന് വഴുതുക എന്നൊക്കെ പറയില്ലേ, അതിനേക്കാളൊക്കെ എത്ര സുന്ദരമായിട്ട് മൂപ്പര് വഴുതുന്നത്. ഇവിടെ പൊന്നു ചങ്ങാതി, ഇവിടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ന്യൂനതകൾ ഉണ്ടോ എന്നതല്ല വിഷയം, ഇവിടെ അട്ടിമറി ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. ആ അട്ടിമറിയെ മൂപ്പര് മെല്ലായിട്ട് ന്യൂനതയാക്കി, അല്ലെങ്കിൽ അതിലുള്ള സ്വാഭാവികമായ ചോദ്യത്തിന് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രക്രിയകളിലെ എറേഴ്സ് എന്നൊരു കാര്യത്തിലേക്ക് നേരെ മാറ്റി. എത്ര അടിപൊളി സാധനം കേട്ടോ. എത്ര കഴിവുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയാം ഞാൻ കണ്ടിട്ടില്ല. ഇമാതിരി പിന്നെ ഈ വഴുതൽ വിദഗ്ധൻ വേറെ ഇല്ല. കാരണം എന്താ, ഇവിടെ ചോദ്യം ഇതല്ല തെരഞ്ഞെടുപ്പിൽ. അത് കാരണം നമ്മൾ നോക്കാം, ഇത്രയും ആളുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരുമോ, ഇത്രയും ആളുകൾ ഡീൽ ചെയ്യുമ്പോൾ ലിസ്റ്റിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായി അതൊരു സംശയമില്ല. അപ്പൊ 150 കോടി ജനങ്ങളുടെ ഡാറ്റ, ഇലക്ഷൻ ഡാറ്റ സ്വാഭാവികമായിട്ടും ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുന്നുള്ളതിൽ ഇത് എറർ നമ്മളിപ്പോ മറ്റേ റിസർച്ച് ഒക്കെ നടത്തുമ്പോൾ 0.05, 0.025, 0.0005 എടുത്താൽ പോലും ആ 0.0005 പോലും ഒരു 150 കോടി വരുമ്പോൾ ഒരുപാട് ആളുകൾ വരും. ഒരു സംശയമില്ല, അങ്ങനത്തെ എറേഴ്സ് വരാതിരിക്കാൻ വകുപ്പല്ല, സാഹചര്യമല്ല. അതല്ല ഇവിടെ ചോദ്യം. ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ വലിയ തട്ടിപ്പിനെ പറ്റിയിട്ടും വലിയ അട്ടിമറിനെ പറ്റിയിട്ടുമാണ്. അതിന് നേരെ അങ്ങനെ സാധാ എറേഴ്സ് എന്നതിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഒരു വ്യക്തി ആയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, തീർച്ചയായിട്ടും ഉണ്ട്. ഏതൊക്കെ തലങ്ങളിൽ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ചില സ്ഥലങ്ങളിൽ ന്യൂനതകളാണ്, ചില സ്ഥലങ്ങളിൽ ക്രമക്കേടുകളാണ്. ഇനി വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ആദ്യം EVM കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. EVM കുറിച്ച് ഞാൻ 1-2 ലൈവ് ചെയ്തിട്ടുണ്ട്. അത് പുറത്തുനിന്ന് സ്വാധീനിക്കാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യം EVM അഭിപ്രായം ഉന്നയിച്ച കക്ഷി BJP ആയിരുന്നു. അവരുടെ പുസ്തകം തന്നെ അവരുടെ പബ്ലിക്കേഷൻ മാനേജർ പുറത്തിറക്കിയിരുന്നു. അതിനകത്തെ പ്രൊപ്പഗാൻഡ ഒരു നരസിംഹറാവു അദ്വാനിയാണ് അത് റിലീസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് കാര്യം 2 ഇലക്ഷൻ തോറ്റപ്പോൾ BJPക്ക് അങ്കലാപ്പായി, വോട്ടേഴ്സ് മിഷൻ എന്തോ പ്രശ്നമായി. പിന്നെ 2 ഇലക്ഷൻ തോറ്റപ്പോൾ കോൺഗ്രസിന് പ്രശ്നമായി, വോട്ടേഴ്സ് മിഷൻ എന്തോ പ്രശ്നമായി. അത് പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ അവിടെ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇനി അതിന് പകരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ബാലറ്റിലേക്ക് വരണമെന്നാണ്. പേപ്പർ ബാലറ്റിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സത്യത്തിൽ ട്രംപും പറയുന്ന കാര്യമാണ്. നമ്മളുടെ മറ്റ് രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഇലക്ഷൻ ഈ വോട്ടിംഗ്
പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു 100 കോടിയോളം വരുന്ന 90 മുതൽ 100 കോടിയോളം വരുന്ന ഒരു വോട്ടേഴ്സിനെ ലോകത്ത് ഒരു രാജ്യവും ഹാൻഡിൽ ചെയ്യുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ രാജ്യം പോലും ഇതിന്റെ 5-1 പോലും ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ അതൊന്ന്. പിന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ്, ഓഫ് കോഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കണ്ടമാന. ഇത് ഇപ്പോഴൊക്കെയാണ്, പണ്ട് ഫോട്ടോ പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഈ തിരിച്ചറിയൽ കാർഡ് 8 or 10 ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള, അതിനകത്ത് തന്നെ ഒരു കൃത്യതയില്ല. പിന്നെ കഴിയുന്ന ഒരു ശരിക്കും ഉള്ള ഒരു വോട്ടറെ വോട്ട് ചെയ്യിക്കണമെന്നുള്ളതാണ്. പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പല ഘട്ടങ്ങളിലാണ് ചേർക്കുന്നത്. ഡീലിമിറ്റേഷൻ നോക്കിയേ. അതായത് ഇത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചിഹ്നത്തിലാക്കുന്ന, അതായത് വോട്ടില്ലെങ്കിൽ പിന്നെ ജനാധിപത്യം ഇല്ലല്ലോ. വോട്ട് അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ ജനാധിപത്യം ഇല്ല. അത്രയും വലിയ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ, അതിൻ്റെ തെളിവുകൾ സഹിതം സ്ക്രീനിൽ കാണിച്ച് അതിനെ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നടക്കം കാണിച്ചു. അതായത് മുപ്പരിപ്പോൾ അതിന് പോയൊരു റൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് പറഞ്ഞു ഇതിപ്പോൾ മുന്നത്തെ EVM പോലത്തെ അതേപോലത്തെ ഒരു സാധനം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതായത് EVM ഒക്കെ റെഫറൻസ് ഉണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ BJP കാരനൊന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ BJP ടൈപ്പ് ഓഫ് സപ്പോർട്ടിങ് ആളായതുകൊണ്ടല്ല ഇത് പറയുന്നത്. കാരണം ഞാൻ മുന്നേ EVM ഒരു ക്രമക്കേടൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ആ വിഷയത്തിൽ ഞാൻ EVM ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ തന്നെ ഞാൻ BJPക്ക് എതിരായിരുന്നു. കാരണം BJP ആണ് ഫസ്റ്റ് EVM ക്രമക്കേട് പറഞ്ഞത്. അപ്പൊ ഞാൻ അവർക്കൊക്കെ എതിരാണ്. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇലക്ഷൻ പ്രക്രിയ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രമക്കേട് പണ്ട് മുതലേ ഇഷ്ടംപോലെ നടക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നരസിംഹറാവുവിന്റെ കാലത്താണ് അപ്പോൾ മെയിൻ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലടക്കം ക്രമക്കേടുകൾ അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വിഷയം എന്താ, വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു അട്ടിമറി നടക്കാൻ, കേവലമായ അവിടെ ഇവിടെ നടക്കുന്ന 1-2 ആൾക്കാരെ കള്ളവോട്ട് ചെയ്യാതെ, അതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെയും സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഏതായാലും അത് നടക്കുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല. ഏതെങ്കിലും 2-3 ആൾക്കാർ കള്ളവോട്ട് ചെയ്തു എന്നല്ല രാഹുൽ ഗാന്ധി തെളിയിച്ചത്. ഇവിടെ വിഷയം XYZ തന്തയാകുന്ന ഒരു വിഷയമാണ്. ABCD തന്തയാകുന്ന ഒരു വിഷയമാണ്. ഒരു വീട്ടിൽ 900 ആൾക്കാർ വരെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം 900 ആൾക്കാർ, ഒരു വീട്ടിൽ 900 ആൾക്കാർ, ഒറ്റ മുറി വീട്ടിൽ 80 ആൾക്കാർ. ഇങ്ങനെയുള്ള വളരെ ആസൂത്രിതമായ അട്ടിമറിയെ പറ്റി പറയുമ്പോൾ ഈ ചങ്ങായി പറയും. അത് ഈ സ്പെസിഫിക് കേസ് നമ്മൾ ആലോചിക്കണം. മഹാദേവപുര എന്ന് പറയുന്ന ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ആ ടോട്ടൽ ലോക്സഭാ മണ്ഡലത്തിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ആ സ്ഥാനാർത്ഥി 40,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ തോൽക്കുന്നു. അതായത് ബാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകളിലും ലീഡ് ചെയ്യുന്നൊരു സ്ഥാനാർത്ഥി ഈ ഒരു റിസൾട്ട് അവസാനം വരുമ്പോൾ ലോക്സഭാ മണ്ഡലത്തിൽ തോൽക്കുന്നു. പരിശോധിക്കുന്ന വേളയിൽ മഹാദേവപുര എന്ന് പറയുന്ന ഒറ്റ മണ്ഡലത്തിൽ എന്ത് ചെയ്യാണ്, 100,000-ലധികം ഭൂരിപക്ഷമാണ് ഈ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിക്ക്. അതെങ്ങനെ സംഭവിക്കും എന്ന് പരിശോധിക്കുന്ന സമയത്താണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു വീട്ടിലെ 900 ആളുകളും ഒറ്റമുറിയിലെ 80 ആളുകളും HDFSC കീ എന്നൊക്കെ പറയുന്ന തന്തമാരും പിന്നെ വീട് നമ്പർ 0 ഉള്ള ഒരുപാട് ആളുകളും, അത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വിശദീകരണം വെച്ചാൽ തെരുവോരങ്ങളിൽ താമസിക്കുന്ന ആളുകളാണെന്നാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനത്തെ അനേകം ഒരുപാട് ഒരേ പേരുള്ള ആൾ പല മണ്ഡലങ്ങളിൽ വരുന്നു, ഒരേ ഫോട്ടോ ഒരുപാട് ആളുകൾക്ക് വരുന്നു. ഇത്തരത്തിലുള്ള എന്താ പറയാ, താനോസൊക്കെ അവഞ്ചേഴ്സിലെ താനോസ് വരെ ഇന്ത്യയിൽ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നതാണ്. താനോസ് വോട്ട് ചെയ്യുന്ന XYZ തന്തയാകുന്ന ഒരു അവസ്ഥനെ കുറിച്ചാണ് വിഷയം. അതാണ് ആ വിഷയത്തിൽ ചങ്ങായി എവിടെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന മുമ്പ് ശരിക്കും ഇങ്ങനെ വന്ന് ഒരു വീട്ടിൽ 800 ആളുകൾ താമസിക്കുന്ന പരിതാപകരമായിട്ടുള്ള ഇന്ത്യയുടെ സാഹചര്യത്തെ പോയിന്റ് കൊടുക്കരുത്. അടുത്ത ലൈവിൽ ഇത് വരും. വെറുതെ വേണ്ടാത്ത പണി ചെയ്തിട്ട് തൊട്ട് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. അതിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും എല്ലാം ഇടപെടാനായിട്ടുള്ള അവസരമുണ്ട്. അവർക്ക് കറക്ഷൻ നടത്തേണ്ടതാണ്. ഈവൻ ഒരു ബൂത്തിൽ തന്നെ 1000 വോട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് അവർ കരട് രൂപത്തിൽ തൊട്ട് കാണുന്നതാണ്, അവർ ബന്ധപ്പെടേണ്ടതാണ്. അപ്പം പ്രധാനപ്പെട്ട 2 കക്ഷികളെങ്കിലും, കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ 3ാമത്തെ കക്ഷി കൂടി അത് കാണുന്നുണ്ടാവും. അവരത് നോക്കിയിട്ട് ഇങ്ങനെ കതിരതബ കാക്കുകുയി എന്നൊക്കെ അഡ്രസ് ആണെങ്കിൽ അവർ സൈറ്റ് ചെയ്യാവുന്ന, എളുപ്പം കണ്ടുപിടിക്കാവുന്ന, ക്ലറിക്കലായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സൈറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു. അതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തില് പ്രസന്റേഷൻ നല്ലതായിരുന്നു. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാരൊന്നും ഇങ്ങനെ ഈ സ്ലൈഡുകളൊന്നും വെച്ച് കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസന്റ് ചെയ്യാറില്ല. അത് നല്ലൊരു വെൽക്കം സൈനാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളി അതിനെ തുടങ്ങി വെച്ച കാര്യങ്ങൾ തൊട്ട് അതിനകത്ത് ഒരുപാട് ന്യൂനതകളും ഇറേഴ്സും ഉണ്ടായിരുന്നു. അത് ഫാക്ച്വൽ ആയിട്ടുള്ള ഇറേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എന്താണ് പറയുന്നത്, അതിന്റെ ക്രെഡിബിലിറ്റി
കുറയ്ക്കുന്ന രീതിയിലുള്ള ന്യൂനതകൾ ഉണ്ടായിരുന്നു. അത് കാര്യം തുടങ്ങിയത് തന്നെ അവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 7 അസംബ്ലി സെഗ്മെന്റ് ഉണ്ട്. അതിൽ 6 എണ്ണവും കോൺഗ്രസ് ജയിച്ചു. 7ാമത്തെ ഒരൊറ്റ ഇതിൽ BJP 7 എന്നുള്ളത് 8 ആയിരുന്നു. അതാണ്, അതായത് 7 എന്നുള്ള 8 ആ ചെറിയൊരു ചേഞ്ച് അതെന്തായാലും ഉണ്ട്. അപ്പൊ ആ ഒരു അററ് കൊണ്ട് മൊത്തത്തിൽ അത് ആലോചിച്ച് നോക്കണം. മുപ്പര് പറഞ്ഞു ഇത് ശരിക്കും ഒരു ഗീബൽസ് ഒക്കെ മാറി നിൽക്കും ഇയാളെ മുന്നിട്ടോ. വളരെ നല്ലൊരു മനുഷ്യനാണ് ഈ വിഷയത്തിൽ. അത് പറഞ്ഞു, ഫസ്റ്റ് അപ്രിഷിയേറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധി നല്ല പ്രസന്റേഷൻ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ചെയ്യാറുള്ള നല്ലതാണ്. പക്ഷേ ഇത് ക്രെഡിബിലിറ്റിയിലായിരിക്കാൻ കുറേ എറേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്ത്, അതായത് 8 മറ്റേ അസംബ്ലി മണ്ഡലങ്ങളിൽ അതിൽ 7 കോൺഗ്രസ് ആയിരുന്നു ഭൂരിപക്ഷം, 1 ഈ മഹാദേവപുരം നേരത്തെ പറഞ്ഞ വിഷയം. ആ സാധനത്തിന് എന്ത് ചെയ്തു, 8 എന്നുള്ളതിന് പകരം 7 എന്ന് പറഞ്ഞു പോയി. ആ ഒരു സംഖ്യ മാറിയതുകൊണ്ട് ഞാനത് മൊത്തത്തിൽ അവിശ്വസിക്കുകയാണ്. ക്രെഡിബിലിറ്റി ഇവർ പറയുന്നത് ഞങ്ങൾ ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ്, ഫാക്റ്റ് ആണ് ഞങ്ങൾ എടുക്കുക. ഇവിടെ നിന്ന് ആലോചിച്ചൊക്കെ, ഇവിടെ 2 ഭാഗത്ത് എറേഴ്സ് എന്ന് പറയുന്ന സംഭവം, അതായത് ഒരു ഭാഗത്ത് 8 എന്നുള്ളത് 7 ആയിക്കോട്ടെ, അതൊരു പ്രശ്നമാണ് നമുക്ക്. മറുഭാഗത്ത് XYZ തന്തയാകുന്നു, ഒരു വീട്ടിൽ 900 ആൾക്കാരുണ്ടാകുന്നു, താനോസ് വന്നിട്ട് വോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ഒറ്റമുറി വീട്ടിൽ 80 ആളുകൾ വോട്ട് ചെയ്യുന്നു, മരിച്ച ആൾക്കാർ വന്നിട്ട് വോട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് 8-7 ആയി പോയി. ഇയാള് ഈ ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് നോക്കുന്ന ആള് ഈ 8-7 ക്രെഡിബിലിറ്റി കളയാൻ അതിങ്ങനെ പറയാ. ബാക്കി XYZ താനോസ് ഒക്കെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സും പ്രശ്നമല്ല ഒപ്പർക്ക്. ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിൽ മറ്റേ ഒറ്റ അസംബ്ലി മണ്ഡലത്തിൽ ഇത്രയധികം ഭൂരിപക്ഷം ഉണ്ടാകുന്നതും ആ ഭൂരിപക്ഷമുള്ള, പക്ഷേ അതേ മണ്ഡലത്തിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം. ഇതൊന്നും ഒപ്പർക്ക് ഒരു വിഷയമേ അല്ല. അവിടെ ഇത്ര ഭൂരിപക്ഷം അതെല്ലാം തെറ്റാണ്. അത് ബേസിക്കലി ഫാക്ച്വലി തെറ്റാണ്. അതിപ്പം രാജീവ് ഗാന്ധി പറഞ്ഞാലും മോദി പറഞ്ഞാലും ഫാക്ച്വലി തെറ്റാണെങ്കിൽ തെറ്റാണ്. ബാലൻസ് ആയിട്ട് പറയും. മോദി പറഞ്ഞാലും രാജീവ് ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി ആയിരിക്കും. അപ്പൊ ആര് പറഞ്ഞാലും അപ്പൊ ഞാൻ മോദിയും രാഹുൽ ഗാന്ധിനൊക്കെ ഒരേപോലെ കാണും. പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞ 8-7 ആയതേ ഞാൻ കാണുള്ളൂ. താനോസ് വന്നിട്ട് വോട്ട് ചെയ്തത് എനിക്ക് പ്രശ്നമല്ല. അത് രണ്ടും ഒരേപോലെ അല്ലേ, ബാലൻസ്ഡ് ആണ്. കോൺഗ്രസ് അവിടെ 7-ൽ 6 ജയിച്ചിട്ടില്ല. അവിടെ ആക്ച്വലി 8 സെഗ്മെന്റുകളുണ്ട്. അത് ഏതാണ്ട് ബലാബലമാണ്, സമനിലയിലാണ് അസംബ്ലി സെഗ്മെന്റ് വന്നത്. പിന്നെ ആ മണ്ഡലത്തിൽ സ്ഥിരമായി BJP ജയിക്കുന്ന മണ്ഡലമാണ്. മാത്രമല്ല ആ 2024 തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം വൻതോതിൽ കുറയാണ് ഉണ്ടായത്. അതൊക്കെ ഇതിനുള്ള തെളിവല്ലേ? അതായത് ഓൾറെഡി ഈ പറഞ്ഞ ഒരു അട്ടിമറിക്കുള്ള തെളിവാണ്. മുമ്പും അവർ ജയിക്കുന്നു എന്നുള്ളതും ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതൊക്കെ അതിന്റെ തെളിവാണ്. ബാക്കി അസംബ്ലി മണ്ഡലങ്ങളിലൊക്കെ കുറവാണെന്നുള്ളതൊക്കെ ഇതിനുള്ള തെളിവ്. മാത്രമല്ല ഇപ്രാവശ്യം ആ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം രാഹുൽ ഗാന്ധിക്ക്, അതായത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ പോയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മാത്രമല്ല ഇവിടെ മൂപ്പര് ഇപ്പോൾ ഈ ഭൂരിപക്ഷം കൂടി അതിനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞു. ഇത്രയും തെളിവുകൾ അവിടെ സൂചിപ്പിച്ചു. ഏതിനെങ്കിലും ഡിനൈ ചെയ്താലാണല്ലോ ഇതിന് സ്വാഭാവികമായിട്ടും സപ്പോർട്ടിന് തെളിവ് കിട്ടുക. ഒന്നിനും ഡിനൈ ചെയ്യുന്നില്ല. ഇതൊക്കെ സാധാരണ നടക്കുന്നത്, ഇതൊക്കെ മുമ്പുള്ള വോട്ടാണ്. അതൊക്കെ അങ്ങനെ ഉള്ളതാണ്. ഈ പറഞ്ഞ എവിഡൻസുകളെ മൊത്തം എന്ത് ചെയ്യുന്നു, ഈ അഴകുളഞ്ഞ സംസാരത്തിലൂടെ മൊത്തം ഒഴിവാക്കി വെക്കുന്നു, മാറ്റി വെക്കുന്നു. ക്രമക്കേട് നടത്തിയിട്ട് ഭൂരിപക്ഷം മുന്നേ ഉള്ളതിനേക്കാൾ കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് തന്നെ ലോജിക്കലി അല്ല. ഈ ക്രമക്കേട് എന്താണ് എന്ന് പറയുമ്പോൾ, ഈ ക്രമക്കേട് വോട്ട് ഇല്ലാത്ത ആളുകൾ അതിനകത്ത് ചേർന്നു, അവരെല്ലാം പോയി BJPക്ക് വോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നല്ലാതെ അവരെല്ലാം BJPക്കാണ് വോട്ട് ചെയ്തത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അവരെല്ലാം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. അടുത്തൊരു സാധ്യത. വേറൊന്നും പറയില്ല, ഒരു വാക്ക് എനിക്ക് പറയില്ല. പൊളി സാധനം. വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് ഉണ്ടെന്ന് ആണ് തെളിയിക്കേണ്ടത്. അതിന് നിങ്ങൾ ചോദിച്ചു, അല്ല നിക്ക് ഇവിടെ BJPനെ പറ്റി ആരും ചോദിച്ചിട്ടില്ലല്ലോ. അതായത് BJP എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് ചോരിയെ പറ്റിയുള്ള അഭിപ്രായം മാത്രമേ ചോദിച്ചുള്ളൂ. സാറിന് കൺസേൺ എന്ന് പറഞ്ഞാൽ BJPക്ക് ആരെങ്കിലും വോട്ട് ചെയ്തെന്ന് ആരെങ്കിലും പറയുമോ എന്നുള്ളതാണ്. അങ്ങനൊന്നും ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത് കോൺഗ്രസിനായിക്കൂടെ വോട്ട് ചെയ്യൽ അവിടെ മെൻഷൻ പോലും ചെയ്തിട്ടില്ല. സാർ ഒറ്റ പ്രൊജക്റ്റേ ഉള്ളൂ. ഇവിടെ ആരും ഇവരെ മോശമാക്കരുത്, ഇവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവരുത്, ഇവർക്ക് ഡാമേജ് ഉണ്ടാവരുത്. അതിന് സാർ എല്ലാ ചോദ്യങ്ങൾക്കും സാർ അടുത്ത് അടിപൊളി ഉത്തരം എന്നുള്ളതാണ്. ഇതിൽ അവസാനിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഏതൊരു വിഷയത്തെയാണ് ഇയാൾ ഇത്രയും ലളിതവൽക്കരിച്ചിട്ടും വേറെ പലതും കൊണ്ടുവന്നിട്ട് ഇത് സ്ഥിരം ഒരു ന്യായീകരണ ഒരു അവസ്ഥയാണിത്. അതായത് വലിയൊരു വിഷയം പറയുമ്പോൾ അതിനെ വളരെ നോർമലൈസ് ചെയ്യുക. അതൊക്കെ എവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്ത് കളയുക. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ, അല്ലെങ്കിൽ ഈ പ്രക്രിയയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ എന്ത് വോട്ട് ചെയ്താലും കാര്യമില്ല എന്നൊരവസ്ഥയിൽ പിന്നെന്താ ജനാധിപത്യം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു.
ഇപ്പം ആസാമിൽ നമ്മൾ ബീഹാറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ആളുകളെ കളയുന്നു, ലക്ഷക്കണക്കിന് ആളുകളെ കളയുന്നു. ആസാമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നു. ഇങ്ങനെ എല്ലായിടത്തും അവർക്കിഷ്ടമുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ മതി, ഇനി വോട്ട് ചെയ്താൽ തന്നെ അത് ചെയ്തതുപോലെ ആയിരിക്കില്ല റിസൾട്ട് എന്ന് വരുന്ന ഒരവസ്ഥ. ഞാൻ പറയുന്നത് ഈവൻ BJP-ക്കാർ പോലും പല ആൾക്കാർക്കും ഇതിൽ കൺസേൺസ് ഉണ്ട്. അനുരാഗ് ഠാക്കൂർ മുന്നേ സൂചിപ്പിച്ചിരുന്ന ഒരു കൺസേൺ എന്ത് ചെയ്തു, പിന്നീട് ഈ സർക്കിൾ ഇടപെട്ടുകൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് ടോട്ടൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനെ തകർക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വോട്ടേഴ്സിന്റെ വിശ്വാസം തകർക്കുന്ന കാര്യമാണ്. ആളുകൾ വോട്ട് ചെയ്യാൻ വരില്ല സ്വാഭാവികമായിട്ടും. ഇപ്പോൾ എനിക്കൊരു തോന്നലുണ്ടാവാണ്, ഞാൻ ആർക്ക് വോട്ട് ചെയ്താലും സ്പെസിഫിക് ആൾ മാത്രമേ ജയിക്കുള്ളൂ തോന്നലുണ്ടായാൽ അതിന് ആ എൻ്റെ തോന്നലിനെയോ സംശയത്തിനെയോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തീർത്തിട്ടില്ലെങ്കിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരില്ല. ഇന്ത്യയുടെ ഈ ടോട്ടൽ സ്ട്രക്ചറിനെ, സിസ്റ്റത്തിനെ തകർക്കുന്ന ഒരു അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തെ പറ്റിയാണ് രവി സാർ ഇത്രയും മനോഹരമായി ഇത്രയും ലളിതമായിട്ട് പറഞ്ഞു വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇത്തരക്കാരായ ആളുകളുടെ ന്യായീകരണത്തിന്റെ കോലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള അത് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള വലിയൊരു അട്ടിമറിയാണ് ഇയാൾ ഇങ്ങനെ ന്യായീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്ര അട്ടിമറികൾ എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ വിജയിച്ച പാർട്ടികളെ മറ്റ് ഓപ്പോസിറ്റ് പാർട്ടി മറ്റും വിശ്വാസം എടുക്കാത്തത് കൊണ്ട്, ഇലക്ഷൻ പരസ്പരം അംഗീകരിക്കാത്തതുകൊണ്ട് കലാപങ്ങളും യുദ്ധങ്ങളും അട്ടിമറികളും മിലിറ്ററി ഭരണവും അടക്കമുള്ള പ്രയാസകരമായ അവസ്ഥകളുടെ തീവ്രമായിട്ടുള്ള ഭാഗങ്ങൾ കാണാൻ കഴിയും. ഇന്ത്യയിൽ അത്തരം സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്ന തരത്തിൽ ഇലക്ഷൻ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൂ. അത്തരത്തിൽ അപ്പുറത്തൊരാൾക്ക് വാലിഡായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെയാണ് അത്തരത്തിൽ വലിയ കാരണങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ അരക്ഷിതാവസ്ഥ, ജനങ്ങളുടെ ജനാധിപത്യം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട്, ഈ രാജ്യത്തിൻ്റെ ബുദ്ധിമുട്ട്, ഈ രാജ്യത്തിൻ്റെ ഒരു സംവിധാനം പോകുന്നതിൻ്റെ ഒരു പ്രയാസം, അപകടാവസ്ഥ, ഇതൊന്നും സാർക്ക് പ്രശ്നമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ ഒരു ന്യായീകരണത്തിൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കുക. ഇത്തരക്കാരായ ആളുകളാണ് ഇവർ നമ്മുടെ തൊട്ടുമുമ്പിൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള തട്ടിപ്പിനെയാണ് ഈ രൂപത്തിൽ ലളിതവൽക്കരിക്കുന്നതെങ്കിൽ, അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് വേറൊരു വിഷയത്തിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ വഴുതി പോകുന്നതെങ്കിൽ, ഇത്തരക്കാരായ ആളുകൾ ഒരു വിഷയം കൈകാര്യം ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ മെറിറ്റ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അത് സയൻസ് ആകട്ടെ, പിന്നെ ജിയോ പൊളിറ്റിക്സ് ആകട്ടെ, ഇത്തരക്കാരായ ആളുകളാണ് ഈ ഇസ്രായേൽ ന്യായീകരണമൊക്കെയായിട്ടൊക്കെ വരുന്നത്. അവരുടെയൊക്കെ ന്യായീകരണം കേട്ട് വിശ്വസിക്കുന്ന ആളുകൾ നന്നായിട്ടൊന്ന് ആലോചിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതലൊന്നും കമൻസ് തന്നെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഈ ക്ലിപ്പ് മാത്രം കണ്ടെത്തുന്ന ധാരാളമാണ്. അപ്പം ഇനിവേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് കൂടുതൽ എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരം വീഡിയോകൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ വരും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.